നമ്മളെവിടെയാ പോന്നേ? ഹായ് പറഞ്ഞേ. സേ ഹായ് ടു മൈ വ്യൂവേഴ്സ്. ക്ഷീണമാ ഗൈസ്. സൂചി വെക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോല്ലേ ഒരു ബെസ്മാ കുട്ടിക്ക്. നേരെ ദാ ഓട്ടോയിൽ കയറി പോകുന്നത് പുതിയാപ്പയിലേക്കാട്ടാ. പുതിയാപ്പ ഹെൽത്ത് സെൻറ്ററിൽ, ഫാമിലി ഹെൽത്ത് സെൻറ്ററിലേക്കാണ് പോകുന്നത്. 3 ഇഞ്ചക്ഷനും പിന്നെ ഒരു പോളിയൊക്കെ ആയപ്പോഴത്തേക്കും വാവ അങ്ങ് ടയർഡായിപ്പോയി. കരഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. വെയിറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്കും വെയിറ്റ് എന്തായാലും ഒരു 400 ഗ്രാംസ് കൂടിയിട്ടുണ്ട്. അതെന്നെ ഭയങ്കര ആശ്വാസമാണ്. പ്രീമേച്ചർ ബേബി ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാവ കരയുന്ന പ്രതീക്ഷ, പക്ഷേ കരച്ചിലൊന്നുമില്ല. പക്ഷെ അതിന് ഭയങ്കര ക്ഷീണമായിരുന്നു. ഉറങ്ങുന്നില്ല എന്നാൽ ഉറങ്ങുന്നുണ്ട്, എന്നാൽ ഉറങ്ങുന്നുണ്ടോ ഉറങ്ങുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്താ ഇടയ്ക്കിടയ്ക്ക് കള്ളി പെണ്ണിതാ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ടാ, എടുത്തിട്ടുണ്ടോ, എന്നെ ആരാ എടുത്തേന്ന് ഇങ്ങനെ നോക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതാ ഇതേപോലെ പുതിയ പോസിലൊക്കെ ആൾ കിടക്കുന്നത്. ഇതിപ്പോൾ ഇതാ പുലർച്ചെ 4:30ക്കാണ് അമ്മയും മോളും സല്ലപിക്കുന്നത്. കുട്ടി ഉറങ്ങുന്നേ ഇല്ല. ഇഞ്ചക്ഷൻ വെച്ചതുകൊണ്ട് കാല് പൊങ്ങുന്നില്ല, കരച്ചിലൊന്നുമില്ല, ചെറിയൊരു ചൂടൊക്കെയുള്ളൂ. അതന്നെ ആസ് യൂഷ്വൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നേ ഇല്ല കുറേ സമയം. അപ്പോൾ ഞാൻ വാവേനെ ഒന്ന് സൈഡാക്കിയിട്ട് ഇതാ എംബ്രോയ്ഡറിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആൻറ്റി ഭയങ്കര എംബ്രോയ്ഡറി അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളാട്ടോ. അപ്പോൾ എന്തായാലും സമയം വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആൻറ്റീൻ്റെ അടുത്ത് നിന്ന് ഓരോ സ്കില്ല് പഠിക്കുന്നതാണ്. അപ്പം എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ച് തന്നിട്ട് ആൾ അടുക്കളയിലേക്ക് പോവുകയാണ്. നീ ചെയ്യാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആളിതാ വലിയ ഷെഫൊക്കെ ആയിട്ട് തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ആൾ ബോസ് എഴുന്നേറ്റുണ്ടായിരുന്നു. ബോസിനെ ഞാൻ എടുത്തുകൊണ്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏച്ചി അവിടെ നിന്ന് പറയുന്നുണ്ട്, ഓ നിൻ്റെ യൂട്യൂബിൻ്റെ അടുത്ത കണ്ടൻ്റ് ആണല്ലോ എന്ന്. അപ്പോൾ ഇതൊക്കെ ആൻറ്റി ചെയ്ത് വെച്ച ഓരോ സ്റ്റിച്ചസ് ആട്ടെ. ആൻറ്റി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് മീൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടി തന്നെ കുറേ കാലം എടുക്കും. കാരണം ആൻറ്റിക്ക് വീട്ടുജോലി ഇതൊന്നും അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട്, പേര് തന്നെ ഞാൻ മറന്നു. ഇങ്ങനെ ഓരോന്നായിട്ട് ഞാൻ ചെയ്ത് പഠിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഞാൻ വേളാങ്കണ്ണിയിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗായിരുന്നു, അതിൽ ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടാകുമ്പോൾ ഞാൻ അടുത്ത റീൽ ഏതെങ്കിലും കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.